അഡ്വക്കേറ്റ് ജയസൂര്യൻ, ചർച്ച 3/4 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ ചില ചരിത്ര സത്യങ്ങൾ, വസ്തുതകൾ അതൊക്കെ അനാവരണം ചെയ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴും നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം എന്തുകൊണ്ട് നാഗ്പൂർ എന്നുള്ളതാണ്. എന്തായിരിക്കാം ഇവർ നാഗ്പൂർ തിരഞ്ഞെടുത്തത്? മാത്രമല്ല, ഒരു വൈദേശിക ശക്തിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഗ്പൂരിലേക്ക് വന്നത് എന്നതും വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും വളരെ സജീവമായി ചർച്ചാവിധേയമാക്കേണ്ട വിഷയം തന്നെയാണ് അത്. അതോടൊപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ദേശീയത എന്നുള്ളത് മതം എന്ന വികാരവുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്? ഇതും വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇപ്പോൾ അവിടെ മറാഠ അല്ലെങ്കിൽ ഭാരതീയ വികാരം എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് മതപരമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നിടത്താണല്ലോ ഇത് കലാപത്തിലേക്കും വർഗീയതയിലേക്കും വഴിമാറി പോകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ കേരളത്തിലെ ഒരു ഉദാഹരണം പറയാം. BJT ഹാൾ തിരുവനന്തപുരത്ത്, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ. എന്നാൽ അതിന്റെ പേര് മഹാത്മാ അയ്യങ്കാളി എന്ന് മാറ്റിയപ്പോൾ 125 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു രാജാവായിട്ടുള്ള മൂലം തിരുനാൾ രാമവർമ്മ ഉദ്ഘാടനം ചെയ്ത ആ ഹാളിന്റെ പേര് മാറ്റാൻ ഞങ്ങൾ ക്രിസ്ത്യാനികൾ അനുവദിക്കില്ല, ഇത് ഞങ്ങളുടെ ക്രൈസ്തവ മതവികാരം വ്രണപ്പെടുമെന്ന് ഒരു ക്രിസ്ത്യാനിയും കേരളത്തിൽ പറഞ്ഞില്ല. അതിനെ ഒരു മതവിഷയമാക്കി എടുക്കാൻ തയ്യാറായില്ല. നേരെ മറിച്ച് വൈദേശികാധിപത്യം പോയി, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി, സ്വാതന്ത്ര്യം കിട്ടി, ഇനിയും ആ വിക്ടോറിയ രാജ്ഞിയുടെ ജൂബിലി തിരുനാളിന്റെ സ്മാരകം എന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ നിലനിൽക്കുന്നത് ഒരു അപമാനമാണ്, നാണക്കേടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്താണ് അതിന് പേര് മാറ്റിയത്. എന്നിട്ട് മഹാത്മാ അയ്യങ്കാളിയുടെ ടൗൺ ഹാൾ എന്ന് പേരിട്ടത്. ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അപ്പോൾ എന്ന് പറയും പോലെ ഈ മുഗള ഭരണം എന്നുള്ളത് ഇന്ത്യക്ക് അഭിമാനകരമായിരുന്നോ? അത് ഇന്ത്യയെ വളർത്തിയോ? ഇപ്പോൾ പറയുന്ന ചില കണക്കുകളുണ്ടല്ലോ. അതായത് അന്ന് ഔറംഗസീബിന്റെ കാലത്ത് നമുക്ക് 23% ആഗോള GDP ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു തമാശയാണ്. അതായത് ഇവളെ കെട്ടിയതോടു കൂടിയാണ് ഞാനൊരു ലക്ഷാധിപതിയായി മാറിയത് എന്നൊരാൾ പറഞ്ഞു. അപ്പൊ അയാളോട് ചോദിച്ചു, ഈ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നു? അല്ല, അതിനു മുമ്പ് ഞാൻ കോടീശ്വരനായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ ഔറംഗസീബിന്റെ കാലത്ത് 23. ഔറംഗസീബിന് മുമ്പ് ഇവിടെ ചന്ദ്രഗുപ്തനും അശോകനും വിക്രമാദിത്യനും ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് ആഗോള GDPയുടെ 47% ഭാരതത്തിലായിരുന്നു. അതാരും പറയുന്നില്ല, അത് മറച്ചു വെക്കുകയാണ്. ആ ചരിത്രം മറച്ചു വെക്കുകയാണ്. എന്നിട്ട് ഔറംഗസീബിനെ അവതരിപ്പിക്കുമ്പോ ഔറംഗസീബ് ആണെങ്കിലും അത് ബാബർ ആണെങ്കിലും അത് അക്ബർ ആണെങ്കിലും അത് ആര് തന്നെയാണെങ്കിലും അവരൊക്കെ ഇന്ത്യയിൽ വന്നത് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി അല്ലല്ലോ, ഇന്ത്യയെ വെട്ടിപ്പിടിക്കാനും ഇന്ത്യയുടെ സാംസ്കാരിക മൂല്യത്തെ നശിപ്പിക്കാനും ഇവിടെ ആ സർവാധിപത്യം സ്ഥാപിക്കാനും വൈദേശിക ആധിപത്യം അടിച്ചേൽപ്പിക്കാനും വേണ്ടി വന്നു എന്നുള്ള സത്യം പറയാൻ എന്താ ഇത്ര ഭയം? അപ്പോ ആ ഭയം മാറാത്തിടത്തോളം കാലം നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യത്തെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതിനൊരിക്കലും നമ്മൾ മതപരമായിട്ടുള്ള കളർ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വന്ദേ മാതരം ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയുമ്പോൾ ദേശീയതയെ എന്തിനാണ് മതവുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? ഭാരത് മാതാ കീ ജയ് എന്ന് ഞങ്ങൾ വിളിക്കില്ല, കാരണം മാതാ എന്നുള്ളത് സ്ത്രീയാണ്, അത് ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ദേശീയതയെ മതവുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് എന്ന് ചോദിക്കാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. ഇപ്പോൾ നമ്പ്യാർ ചോദിച്ചതുപോലെ അതുകൊണ്ടാണ് വിദേശ ശക്തികൾക്ക് വിദേശ മണ്ണിൽ ഇരുന്നു കൊണ്ട് വളരെ ഈസി ആയിട്ട് ഇവിടുത്തെ ഏതൊരു നഗരത്തിൽ ഏതൊരു കലാപവും ആസൂത്രണം ചെയ്യാനും അത് നടപ്പാക്കാനും സാധിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന RSS കഴിഞ്ഞ 100 വർഷം കൊണ്ട് ഭാരതത്തിന്റെ ദേശീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സകല മേഖലകളിലും ഉണ്ടാക്കിയ ഉണർവ്, ആ ഉണർവാണല്ലോ ഇന്ന് ഭാരതത്തെ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായിട്ടും മറ്റ് ശാക്തിക മേഖലകളിലും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു കലാപം ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ ഹൃദയത്തിൽ തന്നെ അടികൊടുക്കുക എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഭീകര ശക്തികളുടെ അജണ്ട, അതാണ് നാഗപ്പൂർ തെരഞ്ഞെടുക്കാൻ കാരണം, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത്
BJPക്ക് പിന്നിലുള്ള അല്ലെ BJPയെ വളർത്തിയെടുത്ത RSSന്റെ ആസ്ഥാനം തന്നെ ആക്രമിക്കുക. അപ്പോൾ ഇത് അന്താരാഷ്ട്ര രംഗത്ത് കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണ്. രക്ഷയില്ല ഭാരതത്തിൽ, അതായത് RSSന്റെ ആസ്ഥാനം തന്നെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വന്നാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മുതൽ അന്താരാഷ്ട്ര കരാറുകൾ മുതൽ ഭാരതത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ കഴിയുന്ന ഒരു വലിയ മെസ്സേജ് ഇന്ത്യക്ക് പുറത്തേക്ക് പോകും. അത് ഈ ഭീകരശക്തികൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സാമ്പത്തിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ആയിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും അതിനെ തകർക്കുക എന്നുള്ള ഭീകരവാദികളുടെ അജണ്ട, ആ അജണ്ട നടപ്പാക്കാൻ അവർ തെരഞ്ഞെടുത്തത് RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാരതത്തിൽ നടക്കാൻ പോകുന്ന വലിയ മുന്നേറ്റങ്ങൾക്ക് ഹൃദയ കേന്ദ്രമായിരിക്കുന്ന നാഗപ്പൂരിനെ ആക്രമിക്കുക എന്നതിലൂടെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയതയ്ക്കെതിരായിട്ടുള്ള ആക്രമണമാണ്. നമ്മൾ പഴയ കാര്യങ്ങൾ പൊടിതട്ടി എടുക്കേണ്ടതുണ്ടോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ല, ഈ ഗഡ്സ് എങ്ങനെ ഇവർക്ക് കിട്ടി എന്നുള്ളതാണ്, എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഗഡ്സ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്പ്യാരുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്തൊരു പ്രത്യേകത ഭാരതത്തിനുണ്ട്. ഭാരതത്തിന്റെ വിശാലത, ഭാരതത്തിന്റെ വിശാല മതേതര ജനാധിപത്യ കാഴ്ചപ്പാട് അല്പം വികലമല്ലേ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ലോകത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ വിദേശ ശക്തികൾക്കും വിധ്വംസക ശക്തികൾക്കും രാജ്യവിരുദ്ധ ശക്തികൾക്കും പിന്തുണ കിട്ടുന്ന മറ്റൊരു രാജ്യം ഉണ്ടോ? ഞാൻ ഒറ്റ ഉദാഹരണം കൂടെ പറയാം. ബോംബെ സ്ഫോടന പരമ്പരകൾക്ക് നേതൃത്വം കൊടുത്ത് അവസാനം പിടിക്കപ്പെട്ട് ജയിലിൽ അടച്ച് വിചാരണ ചെയ്ത് സുപ്രീം കോടതി തൂക്കിക്കൊന്ന യാക്കൂബ് മേമൻ, ആ യാക്കൂബ് മേമന്റെ ഖബറിടം ഇന്ന് മാർബിൾ വിരിച്ച് മനോഹരമാക്കി വലുതാക്കി രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് പവിത്രമായിട്ട് ആഘോഷിക്കുന്ന ഒരു രാജ്യം. ആരെങ്കിലും എതിർപ്പ് പറഞ്ഞോ? പറഞ്ഞാൽ എന്തായിരിക്കും ഫലം? അത് വർഗീയമായിട്ട് കാണും. ഇത് അപ്പോ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കൺമുമ്പിൽ നടന്ന ഒരു സ്ഫോടന പരമ്പരയുടെ സുപ്രീം കോടതി തൂക്കിക്കൊന്ന കുറ്റവാളിയുടെ ഖബറിടം ഇത്ര ആഘോഷിക്കാനിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് വർഗീയമായിട്ട് മാറും. അപ്പോ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്ന സംവിധാനങ്ങൾ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നു. അത് രാഷ്ട്രീയത്തിലുണ്ട്, അത് മീഡിയയിലുണ്ട്, അത് സാംസ്കാരിക ബുദ്ധിജീവികളിലും കലാകാരന്മാരിലും സാഹിത്യകാരന്മാരിലും ഉണ്ട്, അത് ചരിത്രത്തിലുണ്ട്, അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട്. സകല മേഖലകളിലും ഇത്രമാത്രം പിടിമുറുക്കിയ മറ്റൊരു രാജ്യം നമുക്ക് ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് തീപ്പൊരി ഇട്ട് കൊടുത്താലും ആളിക്കത്തിക്കാൻ പറ്റും. അതിനുള്ള സഹായം പുറത്തുനിന്ന് വരണ്ട. പുറത്തുനിന്ന്, അത് ബംഗ്ലാദേശിൽ നിന്നാണെങ്കിലും മറ്റേത് രാജ്യത്തു നിന്നാണെങ്കിലും ഒരു ഇമെയിൽ ഇങ്ങോട്ട് അയച്ചാൽ ബാക്കി ഇന്ത്യക്കാർ കത്തിച്ചോളും. അത്രയും സംവിധാനങ്ങൾ ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള അവസ്ഥ. ഇവിടെ ഒരു ശുദ്ധീകരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേശീയതയെ മതവുമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് കലാപത്തിലേക്ക് നയിക്കാൻ ഈ പറഞ്ഞ പോലെ ഒരു മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ മതി. ഖുർആൻ കത്തിച്ചു എന്ന് പറയുമ്പോഴേ അതിന്റെ മുൻപിൻ നോക്കാതെ ചാടിയിറങ്ങി ഭയങ്കരമായ കലാപത്തിന് തിരികൊളുത്തുമ്പോൾ എന്താണ്, ആരാണ് ഇതിന് പിന്നിൽ എന്ന ചിന്ത വരുന്നതിന് മുമ്പ് തന്നെ കത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ലോകത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് നടക്കും. അതാണ് ഭാരതം പ്രത്യേകമായി പരിശോധിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം. ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ സ്കൂളിൽ മുതൽ കോളേജിൽ മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ ചരിത്രം പഠിക്കുമ്പോൾ ഈ പറയുന്ന വിദേശ അക്രമികളെയൊക്കെ മഹാന്മാരായിട്ട് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. മഹാനായ അക്ബർ, മഹാനായ ഔറംഗസേബ് എല്ലാം മഹാനാണ്. ഭാരതത്തിൽ നമുക്ക് നമ്മളെ കീഴടക്കാൻ വന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. ഇതൊക്കെ ഇന്ത്യയിലല്ലേ നടക്കുള്ളൂ. ഏതെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തെ ഒരു പാഠപുസ്തകത്തിൽ അവരെ ആക്രമിച്ച് കീഴടക്കിയ ചക്രവർത്തിമാരെയും അവരെ കൊള്ളയടിച്ചവരെയും അവരുടെ സംസ്കാരം തകർത്തവരെയും അവരുടെ ദേവാലയങ്ങൾ പൊളിച്ചവരെയും ഗ്രേറ്റ് എന്നും മഹാനെന്നും വിളിക്കുമെങ്കിൽ അത് ഇന്ത്യ അല്ലാതെ വേറെ ഒരു രാജ്യത്തും നടക്കില്ല. അതുകൊണ്ട് കാലഘട്ടങ്ങളായി നമ്മൾ പിന്തുടർന്നു വന്നതായ ഒരു മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ നമ്മുടെ ഔദ്യോഗികമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനത്തിലും വരെ കടന്നുകൂടിയിരിക്കുന്നു. മീഡിയ അതിനെ അനുകൂലിക്കുന്നു. സത്യസന്ധമായിട്ടുള്ള ഒരു ചരിത്ര വായന, പുനർവായന എന്ന് ഞാൻ പറയുന്നില്ല, സത്യസന്ധമായ ഒരു ചരിത്ര വായന ഇനിയെങ്കിലും നമ്മൾ ആരംഭിക്കേണ്ടതില്ലേ? കാരണം വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഡൽഹി പോകുന്നു, കുത്തബ്മിനാറിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ഞാൻ കുത്തബ്മിനാറിന്റെ 360 ഫോട്ടോ എടുത്ത ആളാ. 27 ക്ഷേത്രങ്ങൾ തകർത്ത് ആ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയതാണ് കുത്തബ്മിനാർ എന്ന് കേട്ടുകൊണ്ടാണ് ഞാനിത് കാണാൻ പോകുന്നത്.
സത്യമാണോ എന്നറിയാൻ ഞാൻ അതിന്റെ അടുത്ത് പോയി നിന്നപ്പോ ശരിയാണ്. ക്ഷേത്ര വിഗ്രഹങ്ങൾ, ക്ഷേത്രത്തിന്റെ തൂണുകളും തകർത്തിട്ടുണ്ടാക്കിയ ഗോപുരമാണത്. ഞാൻ 360 ഫോട്ടോയാണ് എടുത്തത്. അപ്പോ ഇതൊക്കെ സത്യമല്ലേ, നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ. അപ്പൊ എന്റെ കൂടെ ഉള്ള ഒരാൾ എന്നോട് ചോദിച്ചു, നമുക്ക് ഇത് പൊളിച്ചു കളയണ്ട. ഞാൻ പറഞ്ഞു, പൊളിക്കരുത്, ഇത് ഇവിടെ തന്നെ നിൽക്കണം, ഇത് ഇവിടെ തന്നെ നിൽക്കണം. 27 ക്ഷേത്രത്തിന്റെ അവശിഷ്ട ഇതിൽ ഇപ്പോഴും ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമാണോ അല്ലയോ എന്നുള്ള ചിന്ത വളരെയേറെ സ്വാഗതാർഹമാണ്. ആ ചിന്ത വളരെ ആവശ്യമാണ്. ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ആവശ്യമാണ്. പിന്നെ അത് ഞങ്ങളുടെ മതവികാരത്തിനെതിരാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഞങ്ങൾ കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആ കലാപകാരികളുടെ മുമ്പിൽ നമ്മൾ എന്തിനാണ് കീഴടങ്ങുന്നത്? അവരുടെ പക്കലുള്ള ന്യായം എന്താണ്? ഈ ന്യായം നമ്മൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ ബ്രിട്ടീഷുകാരെ ഓടിച്ച്? അവർ വന്നപ്പോൾ നമുക്ക് തപാൽ ഓഫീസ് തന്നു, അവർ വന്നപ്പോൾ നമുക്ക് റെയിൽവേ തന്നു, അവർ വന്നപ്പോൾ നമുക്ക് കോടതി തന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പുകഴ്ത്തുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച പല അധ്യാപകന്മാരും ബ്രിട്ടീഷുകാരെ പുകഴ്ത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഞാൻ സഹിച്ചിരുന്നിട്ടുണ്ട് ക്ലാസ്സിൽ. അവർ വന്നില്ലായിരുന്നു, നമ്മൾ ഒന്നും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്ന് പറയുന്ന ആ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. അല്ല, ഇപ്പോഴും പറയുന്നവരുണ്ടല്ലോ, അല്ല ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് ഇതൊക്കെ, അങ്ങനെ പറയുന്നവരുണ്ടോ എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം എന്താ, ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യം എന്താ, ഇന്ത്യയുടെ സാമ്പത്തിക പാരമ്പര്യം എന്താ, ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം എന്താ എന്ന് തുടങ്ങി നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത, ഇനിയും മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ പുറത്തേക്ക് വരണ്ടേ? അങ്ങനെ വരണമെങ്കിൽ, ആത്മാഭിമാനമുള്ള ഒരു ജനത ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, ഈ ചരിത്രത്തിന്റെ സത്യസന്ധമായിട്ടുള്ള വശങ്ങളിലേക്ക് വെളിച്ചം വീശണമെങ്കിൽ ഇത്തരം ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ ട്രിവാൻഡ്രം മാറ്റി തിരുവനന്തപുരമാക്കിയതും കൊയിലോൺ മാറ്റി കൊല്ലമാക്കിയതും ഒക്കെ. അങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടാൽ മാത്രമേ സ്വാതന്ത്ര്യം പരിപൂർണമാകൂ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഒരു ജനത നടന്നെടുക്കുകയാണ്. അതിനെതിരായിട്ടുള്ള നീക്കങ്ങളെ കേവലം വർഗീയമായും ഖുറാൻ കത്തിക്കലായും ഒക്കെ തെറ്റായി ധരിപ്പിച്ചാൽ അതല്ല ശരി എന്ന് പറയാനുള്ള ആർജവം ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ മതവിഭാഗക്കാരനും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.